ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് ഓഫ് ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആണ്. അപ്പോൾ രണ്ട് ഡയഗണലിന്റെ ലെങ്ത്താണ് തന്നിട്ടുള്ളത്, D1ഉം D2ഉം. ഓക്കെ, തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. ക്ലിയർ. ഇനി ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഡയഗണൽ എത്ര? ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രി. അപ്പോൾ നമുക്കൊന്ന് റഫായിട്ടൊരു ഫിഗർ വരച്ച് നോക്കാം. നമ്മുടെ പാരലലോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അല്ലെ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആയി കഴിഞ്ഞാൽ പാരലലോഗ്രാം ആയി. അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ, ഏറ്റവും വലിയ ഡയഗണൽ വെച്ച് കഴിഞ്ഞാൽ ഇത്, റൈറ്റ്. ഇതിനെ ഞാൻ D1 എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അതുപോലെ നമുക്ക് വേറൊരു ഡയഗണൽ അതായത് അല്ലേ, അപ്പോൾ നമുക്ക് രണ്ട് ഡയഗണലായി. ഇത് D1ഉം രണ്ടാമത്തെ ഡയഗണൽ D2 ആണോ? ഇവിടെ നമുക്ക് ഞാൻ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് വേണ്ടത് ഈ പാരലോഗ്രാമിന്റെ ഏരിയ ആണ്. ഈ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും രണ്ട് ട്രയാങ്കിൾ ഇല്ല, ഇവിടെ ഈ ഒരു ട്രയാങ്കിളും ഇങ്ങനത്തെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി, റൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഈ ബ്ലൂ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കാണും, എന്നിട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണോ? ഇവിടെ നമുക്ക് വേണ്ടത് ട്രയാങ്കിൾ. ഇതിന് ഞാൻ ABC എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ്. ABC ആണ് അല്ലേ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു ഐഡിയ കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് കാണുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കാണണം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കാണണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് എന്താണ്? ഞാൻ ബേസ് AB ആയി എടുക്കുകയാണ്. ഓക്കെ, തല തിരിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ബേസ് AB, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, റൈറ്റ്. ഈ ഹൈറ്റിന് ഞാൻ ഇങ്ങനെ വരും നമ്മുടെ ഹൈറ്റ്. പിന്നെ ഇവിടെ എനിക്ക് കാര്യം തന്നിട്ട് ഓപ്പോസിറ്റ് അല്ല, ഇത് ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, റൈറ്റ്. ഇപ്പോൾ ഇത് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഹൈറ്റ് എങ്ങനെ വരും? പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ, എന്ത് ബേസിന് ഏറെക്കുറെ ഈ രൂപത്തിൽ വരും. ഇവിടെ 90 ഡിഗ്രിയും വരും. ക്ലിയർ അല്ലേ? എങ്കിലാണ് ഹൈറ്റ് ആവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈറ്റ് ആണോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. ക്ലിയർ. അതായത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതറാണ്. അപ്പോൾ ഇവിടെ വരിക നമ്മുടെ T1ൻ്റെ പകുതി. ക്ലിയർ. ഏറ്റവും വലിയ ഡയഗണൽ ഇത് എടുത്ത് മാറിപ്പോയിക്കോ. ഏറ്റവും വലിയ ഡയഗണൽ ഏതായിരുന്നു? 12 സെന്റിമീറ്റർ. ഇത് 12 ആണ് കേട്ടോ. അപ്പോൾ ഇത് 12ൻ്റെ പകുതി വരും അല്ലേ? ഈ ബ്ലൂ ലൈൻ മുഴുവൻ 12 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 12ൻ്റെ പകുതി 6 സെന്റിമീറ്റർ എന്ന് വരും. എത്ര? ഇത്രയും ദൂരം കേട്ടോ. ഇത്രയും ദൂരം 6 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, എന്തുകൊണ്ടാണ്? ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ കേട്ടോ. അപ്പോൾ അത് 6 സെന്റിമീറ്റർ ആയി. ഇനി ആ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്കും നോക്കിയേ. അവിടെ നമുക്ക് വേണ്ടത് ഹൈറ്റ് അല്ലേ? നമുക്ക് വേണ്ടത് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആംഗിൾ 50യുടെ ഓപ്പോസിറ്റ് ആണ് തന്നിട്ടുള്ളത്, ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? സൈൻ എടുക്കണം. എന്തെടുക്കുക? സൈൻ 50 എടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഓപ്പോസിറ്റ് ഹൈറ്റ് ആണ്, ഹൈപ്പോട്ടന്യൂസ് 6 ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇൻറ്റു സൈൻ 50 എന്ന് വരും, റൈറ്റ്. എന്ത് വരും? 6 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ചെയ്യണ്ട, ഒരുമിച്ച് അതിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഹൈറ്റും ആയി ബേസും ആയി അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ. ഇപ്പോൾ ഏരിയ എന്ത് വരും? ദെർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC നമുക്ക് എഴുതാം. ABC ഹാഫ് ഇൻറ്റു AB ഇൻറ്റു H എന്നാണ്. AB എത്രയായിരുന്നു? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ AB എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, AB നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കുഞ്ഞു ഡയഗണലാണ് അല്ലേ? നമ്മൾ എടുത്തതിൽ മാറ്റമുണ്ട്. നമ്മുടെ D2 AB എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ഡയഗണലാണ്. AB 8 സെന്റിമീറ്ററും ഇതുപോലെ മറ്റേ ഡയഗണൽ ഇവിടെ D എന്ന് കൊടുക്കുകയാണെങ്കിൽ CD 12 സെന്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് AB ആണ് വേണ്ടത്. AB is equal to 8 ആണ്. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6 ഇൻറ്റു H സൈൻ 6 സൈൻ 50 എന്നാണ്, റൈറ്റ്.
ഇനി ഹാഫ് ഇൻറ്റു 8 4 ആയി. 4 ഇൻറ്റു 6 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. ടേബിളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സൈൻ 50യുടെ വാല്യൂ 0.7660 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് വരും? 24 ഇൻറ്റു 0.7660 എന്ന് വരും. ഇത് ട്രയാങ്കിൾ ABCയിലാണ് വരിക. നമുക്ക് എന്ത് വേണം? ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ എഴുതുന്നില്ല. അത് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ നമുക്കപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഏരിയ എന്ത് വരും? ഇത് ഇൻറ്റു 2 ചെയ്താൽ മതിയല്ലേ. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നാണ്. അപ്പോൾ ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് പാരലലോഗ്രാം 2 ഇൻറ്റു ഈ ഏരിയ അല്ലേ, 2 ഇൻറ്റു 24 ഇൻറ്റു 0.7660 is 48 ഇൻറ്റു 0.7660. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. എന്തിനു 36760 ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ്. 1 2 3 4 4 36.7680 എന്ന് കേട്ടോ. ഇതാണ് ദൂരം ഏരിയ കേട്ടോ. 36.7680 സെൻറ്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് കേട്ടോ. Okay, then moving into next question. A triangle is drawn to be with one side 8 centimeter long and one of its angle is 40 degree. What is the minimum length of the opposite side? Okay. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററും ആൻഡ് വൺ ഓഫ് ദി ആംഗിൾസ് ഓൺ ഇറ്റ്. ഈ സൈഡിലുള്ള ഒരു ആംഗിൾ 40 ഡിഗ്രി. നമ്മളെടുത്തു 40 ഡിഗ്രി. ഇനി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് അല്ലെ, മിനിമം ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ഇത് ട്രയാങ്കിൾ ആക്കണം. ഈ ട്രയാങ്കിളിൻ്റെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന് വരാവുന്ന ഏറ്റവും മിനിമം ലെങ്ത് എത്രയാവുന്ന. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. മിനിമം ലെങ്ത് കിട്ടണമെങ്കിൽ നമുക്ക് തേർഡ് സൈഡ് നമുക്ക് പല രീതിക്ക് വരയ്ക്കാം. കാരണം ഈ സൈഡിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് തേർഡ് സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ തേർഡ് സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞു പോവാം അല്ലെ, റൈറ്റ്. ഇതിൽ ഏത് വേണേൽ എടുക്കാം. ഇതിൽ മിനിമം ലെങ്ത് എപ്പോഴും ഏതാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മിനിമം ലെങ്ത് എപ്പോഴും ഏതാവും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആവും അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും മിനിമം ലെങ്ത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ABC എന്ന് പറയുന്നതാണ് ട്രയാങ്കിൾ എങ്കിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ ദൂരം എടുത്തെന്നറിയോ? അതായിരിക്കും മിനിമം ലെങ്ത്. ഓക്കെ, അപ്പോൾ മിനിമം ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? മിനിമം ലെങ്ത് H ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് H കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? H തന്നിട്ടില്ല. നമുക്ക് അറിയുന്ന കാര്യം കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് ആണ്. തന്നിട്ടുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റിനെയും ഹൈപ്പോട്ടന്യൂസിനെയും കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? സൈന്. അപ്പോൾ നമ്മൾ എന്തെടുത്ത് നോക്കൂ? സൈൻ 40 എടുത്ത് നോക്കത്തോ. അപ്പോൾ സൈൻ 40 എടുക്കുമ്പോൾ എന്ത് വരും? നമ്മുടെ റേഷ്യോ H/8 എന്ന് വരും. ഇതിന്ന് H is equal to 8 ഇൻറ്റു സൈൻ 40 എന്ന് വരും. അപ്പോൾ 8 ഇൻറ്റു സൈൻ 40 ഈസ് 0.6428. 0.6428 എന്നാണ്. ഇപ്പോൾ 6428 ഇൻറ്റു 8 എന്ന് വരും. 8 8s 64 22 8 plus are reduced with 33. 8 6 are 48. 48 plus 3 5 1 4 2 4. അപ്പോൾ 5 1 4 2 1 എടുക്കാം. അപ്പോൾ 5.1424 എന്ന് കേട്ടോ. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ മിനിമം ഹൈറ്റ്. ഇതെന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ എടുത്ത് മനസ്സിലായോ? നമ്മൾ വേറെ എങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലും അത് എന്തായാലും ഇതിനേക്കാളും വലുതാവും അല്ലേ. ഏറ്റവും മിനിമം കിട്ടുന്നത് എപ്പോഴാണ്? പെർപെൻഡിക്കുലർ വരച്ചാലാണ്. ഇങ്ങോട്ട് പോകും തോറും വലുതാവും അല്ലേ. എപ്പോഴും മിനിമം കിട്ടുന്നത് എവിടെയായിരിക്കും? ഈ പെർപെൻഡിക്കുലർ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് എടുത്തത്. ഇനി ഇതൊന്നും ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റോംബസ് ഈസ് 5 സെൻറ്റിമീറ്റർ. വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ is 70 degree. Calculate its diagonal എന്നാണ് നമുക്കുള്ളത്. കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. അപ്പോൾ ഇവിടെ റോംബസ് ഉണ്ട്. റോംബസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എല്ലാ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലുമായിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? റോംബസ് എന്ന് വിളിക്കാറ്. റൈറ്റ്. ഇതാണ് ഒരു റോംബസ് എന്ന് വിചാരിക്കുക. ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 70 ഡിഗ്രി ആണെന്ന്.
70 ഡിഗ്രിയാണ് റോംബസായി തോന്നുന്നില്ലേ? ഈ ഒരു രൂപത്തിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ആംഗിളും 70 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലെങ്ത് ഓഫ് ദി ഡയഗണൽ ആണ്, റൈറ്റ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. അപ്പോൾ ഡയഗണൽസ് ശരിക്കും എന്താണ്? ഒരു റോംബസിന്റെ ഡയഗണൽ അല്ലെ, റോംബസിന്റെ ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് കേട്ടോ. അതായത് ഇവിടെയൊക്കെ 90 ഡിഗ്രി ആവും റോംബസിന്റെ ഡയഗണൽസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആണോ? അപ്പോൾ ഈ ഒരു ദൂരം കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയഗണൽ കിട്ടും. ഏത്? ഞാൻ ABCD എന്ന് കിട്ടും അല്ലെ? ഞാൻ OD കണ്ടുപിടിച്ചിട്ട് അല്ലെ, BD ഡയഗണൽ BDയുടെ ലെങ്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡയഗണൽ BD എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? 2 ഇൻറ്റു OD ആണ്. ഇത് എന്തുകൊണ്ട് അടുത്തത്? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഡയഗണൽസ് ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇത് എന്തിന്റെ കേസിലാണ്? റോംബസിന്റെ കേസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നോക്കി നോക്കുക. പിന്നെ ഈ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഇത് ടോട്ടൽ 70 ഡിഗ്രി ആണെങ്കിൽ ഇതിലെ ഒരാംഗിൾ അല്ലേ, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ത് വരും? 35 എന്ന് വരും, റൈറ്റ്? ഇത് ടോട്ടലാണ് 70 ഡിഗ്രി. അപ്പോൾ ഇത് 35 വരും, ഇവിടെയും 35 ഡിഗ്രി വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പിന്നെ ഓരോ സൈഡും 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് കണ്ടുപിടിക്കേണ്ടത് 35ൻ്റെ ഓപ്പോസിറ്റ്, റൈറ്റ്? 35ൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കാൻ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. വന്നിട്ടുള്ളത് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഞാൻ sin 35 എടുത്തു. sin 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട OD ആണ്. OD ബൈ ഓപ്പോസിറ്റ് OD ആണ്, ബൈ 5 എന്ന് വരും. അപ്പോൾ നമുക്ക് OD കിട്ടും 5 sin 35 എന്ന് വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡയഗണൽ BD, അപ്പോൾ BD നമുക്ക് കിട്ടിക്കഴിഞ്ഞു. BDയുടെ ലെങ്ത് അല്ലേ, ഫസ്റ്റ് ഡയഗണലാണ്. ഇതിന് ഞാൻ D1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡയഗണൽ BD എന്താണ്? 2 ഇൻറ്റു OD ആണ്. 2 ഇൻറ്റു OD ആണ്. അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു sin 35 എന്ന് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതായത് 10 ഇൻറ്റു sin 35 ആയിരിക്കും എന്ത്? BD എന്ന് പറയുന്നത്. ആൻസർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ ലാസ്റ്റ് എഴുതാം. അതുപോലെ നമുക്കിനി എന്ത് കാണണം? അപ്പോൾ നമുക്ക് BD കിട്ടി. ഇനി അതുപോലെ നമുക്ക് ഈ ഒരു ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഈ ഒരു ഡയഗണൽ അല്ലേ, ഇത്രയും ദൂരം AO കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എടുത്താൽ നമുക്ക് AC കിട്ടും അല്ലേ. അപ്പോൾ ഡയഗണൽ AC കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ AC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ ഡബിളാണ്? 2 ഇൻറ്റു OAയുടെ ഡബിളാണ്. റീസൺ വേണമെങ്കിൽ തന്നെ എഴുതാം. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ടത് 35ൻ്റെ അഡ്ജസൻറ്റ് തന്നിട്ടുള്ളത് എന്ത് തന്നിട്ടുണ്ട്? ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? sin OA കിട്ടാൻ വേണ്ടിയിട്ട് sin 35 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? OA ബൈ എന്തെന്ന് വരും? 5 എന്ന് വരും. സൈൻ എന്ന് പറയുന്നത് കോസ് ആണ്, അഡ്ജസൻ്റ് അല്ല വേണ്ടത്. cos 35. അപ്പോൾ OA എന്ത് വരും? 5 ഇൻറ്റു cos 35. ഈ വാല്യൂവും കൊടുക്കുക. അപ്പോൾ നമുക്ക് OA കിട്ടും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ACയുടെ ലെങ്ത് അല്ലേ. അപ്പോൾ therefore AC എന്ന് വെച്ചാൽ എന്ത് വരും? 2 ഇൻറ്റു 5 ഇൻറ്റു cos 35 എന്നായി. അല്ലെങ്കിൽ 10 ഇൻറ്റു cos 35 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് sin 35ൻ്റെ ആൻസർ വേണം, cos 35ൻ്റെ ആൻസർ വേണം. ഓക്കെ, ഇത് സ്റ്റെപ്പ് മനസ്സിലായോ? മറ്റൊരു പിന്നെ കാൽക്കുലേഷനാണ്, അത് നിങ്ങൾ ചെയ്യും. ഇതുവരെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. 10 ഇൻറ്റു sin 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.5735 കേട്ടോ. 0.5735 എന്നാണ്. അതുപോലെ cos 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ cos 35 0.8191. ഇപ്പം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ 10 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ കയറ്റിട്ട് എടുത്താൽ മതി. ഇപ്പം എന്ത് വരും? 5.735 സെൻറ്റിമീറ്ററിന് വരും കേട്ടോ. എന്ത്? BD. ഇപ്പോൾ BD എന്ന് പറയുന്ന ഡയഗണൽ അല്ലേ, BD എന്ന് പറയുന്ന ഈ ഒരു BD എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത് ആണ് 5.735. മറ്റേ ഡയഗണലിൻ്റെ ലെങ്ത് എന്ത് വരും? ഇതും ഒരു
ഡെസിമൽ കയറ്റിട്ടെടുത്താൽ മതി. അപ്പോൾ 8.191 എന്ന് വരും കേട്ടോ. ആരുടെ ലെങ്ത്? എ സി ആണ് ഇവിടെ വലിയ ഡയഗണൽ, ക്ലിയർ. അപ്പോൾ 8.191 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ഡയഗണലും വരിക. അപ്പോൾ ഇതുവരെ നമുക്ക് ഈ 5 ക്വസ്റ്റ്യനും ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുവരെ ഓക്കെ ആണെന്ന് എഴുതുന്നു, ഡൗട്ടൊന്നുമില്ലായിരുന്നു. ക്ലിയർ. ഓക്കെ, താങ്ക് യു.